മൈക്രോ കൺട്രോളർ ലാബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കിറ്റിലാണ്. അപ്പം VIയുടെ കിറ്റാണ് നമ്മുടെ ലാബിലുള്ളത്. അത് ഒരു 8 ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. ഈ കിറ്റിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 89C51 ആ IC ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള ആ IC. പിന്നെ ഈ കിറ്റിൽ പുറമേ ഉള്ളതെന്ന് വെച്ചാൽ ആദ്യം ഒരു പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ പവർ ഓൺ ചെയ്യാം. അതിൽ പിന്നീടെന്ന് വെച്ചാൽ ഒരു LCD ഉണ്ട്, പിന്നെ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്, പിന്നെ ബസ് കണക്ട് ചെയ്യാനുള്ള പോർട്ടുകളും മറ്റും. ഇതിലെ കീബോർഡ് നമുക്ക് കണക്ട് ചെയ്യാനുള്ള USB ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് നമ്മളൊരു പ്രോഗ്രാം എൻ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ A എൻ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ A എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഒറിജിൻ ചോദിക്കും. അപ്പം 4000 എബോവ് ആയിട്ടുള്ള ഒരു അഡ്രസ് ലൊക്കേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഇതിൽ 4200 എന്ന് പറയുന്ന ഒരു അഡ്രസ് ലൊക്കേഷൻ നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റർ ചെയ്തു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒരു സിമ്പിൾ അഡിഷൻ്റെ പ്രോഗ്രാമാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്യുന്നു. ഇതിൽ മൂവ് DPTR, #4300. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സ് ആയിരിക്കരുത് മറ്റേതിൽ. വെച്ചാൽ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ എയിമെന്ന് വെച്ചാൽ 2 8 ബിറ്റ് ഡേറ്റകളെ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആഡ് ചെയ്ത റിസൾട്ട് വേറെ ഒരു അഡ്രസ് ലൊക്കേഷനിൽ കാണണം. അപ്പം 4300 എന്ന് പറയുന്ന ഒരു അഡ്രസ് ലൊക്കേഷനിൽ ഒരു ഡേറ്റ വെച്ച് അതിന് അടുത്ത അഡ്രസ്സിൽ അടുത്ത ഡേറ്റ വെച്ച് രണ്ടും കൂടെ ആഡ് ചെയ്തത് 4302 നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തപ്പം ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്തതിൻ്റെ ഓപ്പ് കോഡ് നമുക്ക് കാണാൻ പറ്റും മുകളിലായിട്ട്. എന്ന് വെച്ചാൽ 4200 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷൻ. ഇനി അടുത്ത ഇൻസ്ട്രക്ഷനിലോട്ട് പോകുമ്പം എൻ്റർ ചെയ്യുമ്പം എത്ര മെഷീൻ സൈക്കിൾ യൂസ് ചെയ്യുന്നു അത് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റർ ചെയ്തപ്പം അടുത്ത അഡ്രസ്സ് വന്ന് 4300 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി 3 മെഷീൻ സൈക്കിൾ വേണമെന്നാണ് അത് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് താഴെ വരെ കൊണ്ടുവരാം. അപ്പം മൂവ് XA, @DPTR എൻ്റർ ചെയ്യുക. ആദ്യം കോഡ് വന്ന് പിന്നീട് ഒന്നും കൂടെ എൻ്റർ ചെയ്യുക. മൂവ് B, A എൻ്റർ, ഇൻക്രിമെൻറ്റ് DPTR. മൂവ് XA, @DPTR. add A, B. ഇൻക്രിമെൻറ്റ് DPTR. മൂവ് X @DPTR, A. jump അതായത് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഇല്ല. നമ്മൾ അതിൽ ഷോർട്ട് ജമ്പാണ് ഉപയോഗിക്കുന്നത്. ഷോർട്ട് ജമ്പ് പറഞ്ഞ ശേഷം ലാസ്റ്റ് ഏത് അഡ്രസ് ലൊക്കേഷനിലാണോ നിൽക്കുന്നത് അത് തന്നെ ഒന്നുകൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റർ ചെയ്യുക, ഒന്നുകൂടെ എൻ്റർ ചെയ്യുക. അപ്പോഴത്തേക്ക് പ്രോഗ്രാം നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രോഗ്രാം എൻ്റർ ചെയ്യുക. സെക്കൻഡ് നമ്മൾ ഏത് അഡ്രസ് ലൊക്കേഷനിൽ ഡേറ്റ കൊണ്ടുവയ്ക്കേണ്ട എവിടെയാണോ അവിടെ വയ്ക്കുക. തേർഡ് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. ഫോർത്ത് എന്ന് പറയുന്ന റിസൾട്ട് പോയി നോക്കുക. ഈ 4 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, പ്രോഗ്രാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട്
നമ്മൾ റീസെറ്റ് ബട്ടൺ അമർത്തണം. എന്നിട്ട് നമുക്ക് ഡേറ്റ എവിടെയൊക്കെയാണോ കൊണ്ടുപോകുന്നത്, നമ്മുടെ ഈ പ്രോഗ്രാമിൽ 4300 ഫസ്റ്റ് ഡേറ്റ കൊണ്ടുവയ്ക്കുക, 4301 സെക്കൻഡ് ഡേറ്റ വയ്ക്കുക, 4302 റിസൾട്ട് കാണുക. അങ്ങനെ അപ്പോൾ ആ അഡ്രസ് ലൊക്കേഷനിലോട്ട് നമുക്ക് പോകേണ്ടത്. അപ്പോൾ SD സ്പേസ് 4300 എൻ്റർ ചെയ്യുക. ഇപ്പോൾ അതിൽ കിടക്കുന്ന ഡേറ്റയെന്ന് വെച്ചാൽ 4A എന്ന് പറയുന്നൊരു ഡേറ്റയാണ് കിടക്കുന്നത്. അത് മാറ്റി നമുക്ക് വേറെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡേറ്റ വെച്ച് 4303 എന്ന് പറയുന്നൊരു ഡേറ്റ വെച്ച് എൻ്റർ ചെയ്തു. അടുത്ത അഡ്രസ് ലൊക്കേഷന് അടുത്ത ഡേറ്റ വെച്ച് എൻ്റർ ചെയ്തു. അപ്പം സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു, ഡേറ്റ രണ്ടും കൊണ്ടുവച്ച് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും റീസെറ്റ് ബട്ടൺ അമർത്തുക. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഗോ സ്പേസ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ടായി അത് കാണാൻ സാധിക്കും. എക്സിക്യൂട്ടിങ് എഴുതി കാണിക്കും. അടുത്ത നാലാമത്തെ സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവുക. റീസെറ്റ് ബട്ടൺ അമർത്തുക. പിന്നെ നമ്മൾ 4300 വെച്ച ഡേറ്റ അത് കറക്റ്റാണോ അതുതൊട്ട് നമുക്ക് നോക്കാം. SD സ്പേസ് 4300 അതിൽ നമ്മൾ വെച്ച ഡേറ്റ 03 ആയിട്ടുണ്ട്. അടുത്ത ഒന്നുകൂടെ എൻ്റർ ചെയ്യുമ്പോൾ 02 അതും ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് റിസൾട്ട് കണ്ട് 02 അത് 05 ആയിട്ടുണ്ട്. ആഡ് ചെയ്ത റിസൾട്ട് 05 വന്നു. ഇത്രയാണ് ഒരു പ്രോഗ്രാം ചെയ്യേണ്ടത്.